ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കറി വേൾഡ്. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചീരത്തോരനാണ്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു തോരനാണ്. ആദ്യം പാത്രം അടുപ്പത്ത് വയ്ക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് കറിവേപ്പില ഇട്ട് കടുക് തളിക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീര അതിലേക്ക് തട്ടി കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സെക്കൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇട്ട് കൊടുത്ത ചീരയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മുടെ പാകത്തിന് ആവശ്യമുള്ള ഉപ്പ് തൂക്കി കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് വെള്ളം അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഈ ചീരയിൽ തന്നെ ഓൾറെഡി വെള്ളമുണ്ട്, അതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒരു പാത്രം കൊണ്ട് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. ഈ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് തേങ്ങ, ജീരകപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ജീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് എടുത്തിരിക്കുന്നത്. ജീരകപ്പൊടി, പിന്നെ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഇത്രയും എടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. ഇതിലിടാനുള്ള മിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞ് ഇതിൽ ചീര വെന്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കണ്ടോ, ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. ഇതിൽ നോക്കിക്കേ, വെള്ളം ഇറങ്ങുന്നത് കണ്ടോ. അപ്പോൾ ഇത് ചീരയിലുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വരുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതൊരുമാതിരി പായസം പോലെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കഴിഞ്ഞ് അതിലേക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചീരയിലേക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ്, അതിനുശേഷം ഒരു 2 മിനിറ്റ് ചെറിയൊരു തീയിൽ കിടന്നൊന്ന് ഈ അരപ്പിൻ്റെ ഈ പച്ചമണം, പച്ചച്ചൊവ്വ ഇതെല്ലാം മാറുന്നത് വരെ ഒന്ന് കിടക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് തീർന്നു കണ്ടില്ലേ. ഇപ്പോൾ ഇതെല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. ചീരയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഔഷധ ഗുണമുള്ള ഒരു ലീഫാണ്. അപ്പോൾ ഇത് നമ്മളെ കണ്ണിന് ബെസ്റ്റാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാം. കണ്ണിൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ചീര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ചീര തയ്യാറായിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി ഞാൻ വരുന്നത് വരെ ബൈ.